ജിയോപൊളിറ്റിക്സിൽ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉടനടി അതൊരു വലിയ വിക്ടറി ആയി തോന്നാം. എന്നാൽ ലോങ് ടേമിൽ അത് വലിയൊരു ട്രാപ്പായി മാറാറുണ്ട്. അങ്ങനെ ഒരു വൻ അബദ്ധമാണോ ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സംഭവിച്ചിരിക്കുന്നത്? 2026 തുടക്കത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് വ്യോമാക്രമണത്തിലൂടെ വധിച്ചപ്പോൾ പലരും കരുതി ഇറാന്റെ ആത്മവീര്യം തകർന്നു എന്ന്. എന്നാൽ കഥ മാറി മറിയുകയാണ്. ഖമേനിയുടെ വധം ഒരു സ്ട്രാറ്റജിക് ബ്ലണ്ടർ അഥവാ തന്ത്രപരമായ വലിയൊരു അബദ്ധമായിരുന്നു എന്ന് മറ്റാരുമല്ല, അമേരിക്കൻ ഭീകരവിരുദ്ധ ഏജൻസിയായ നാഷണൽ കൗണ്ടർ ടെററിസം സെന്ററിന്റെ മുൻ ഡയറക്ടർ ജോ കെൻ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇറാൻ യുദ്ധത്തോടുള്ള കടുത്ത വിയോജിപ്പ് കാരണം പദവി രാജിവെച്ച കെന്റ് തന്റെ എക്സ് ഹാൻഡിലൂടെ പങ്കുവച്ച വിവരങ്ങൾ അന്താരാഷ്ട്ര നയതന്ത്രജ്ഞരെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്താണ് ജോ കെൻ നൽകുന്ന ആ ഭയപ്പെടുത്തുന്ന മുന്നറിയിപ്പ്? ഇറാൻ ശരിക്കും ആണവ ബോംബ് നിർമ്മിക്കാൻ പോവുകയാണ്. നമുക്ക് വിശദമായിട്ട് നോക്കാം. എന്തുകൊണ്ട് ഖമേനിയുടെ മരണം ഇറാന്റെ ആണവ പദ്ധതികളെ കൂടുതൽ അപകടകരമാക്കുന്നു എന്നത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 2003 പോകണം. 2003 2004 ആയത്തുള്ള അലി ഖമേനി ഒരു മതപരമായ വിലക്ക്, അതായത് ഒരു ഫത്വ പുറപ്പെടുവിച്ചിരുന്നു. കൂട്ടനാശമുണ്ടാകുന്ന ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതും കൈവശം വയ്ക്കുന്നതും ഇസ്ലാമിക തത്വങ്ങൾക്ക് വിരുദ്ധമാണ്, അതായത് ഹറാമാണ് എന്നായിരുന്നു ആ ഒരു ഫത്വ. ജോ കെൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് വെറും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നില്ല എന്നാണ്. ഖമേനിയുടെ കടുത്ത സ്വാധീനം കാരണം ഇറാന്റെ സൈന്യത്തിനോ യാഥാസ്ഥിതിക വിഭാഗങ്ങൾക്കോ ഈ ഫത്വ ലംഘിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് പോലും ഖമേനി ജീവിച്ചിരുന്ന കാലത്ത് ഈ ഫത്വ പരസ്യമായി ലംഘിക്കപ്പെട്ടതിന് തെളിവുകൾ കിട്ടിയിരുന്നില്ല. അതായത് ഇറാന്റെ ആണവ മോഹങ്ങൾക്ക് മേലുണ്ടായിരുന്ന ഏറ്റവും വലിയ സമാധാനപരമായ തടസ്സം അല്ലെങ്കിൽ കവചം ആ ഒരു ഫത്വ ആയിരുന്നു. ആ ഖമേനിയാണ് ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. ഇപ്പോൾ തെഹ്റാനിൽ നിന്ന് വരുന്ന നേറ്റീവ്സ് എന്താണ് എന്ന് വെച്ചാൽ, രാജ്യത്തെ വിഭജിക്കാനും വിദേശ ശക്തികൾ അധിനിവേശം നടത്താനും നോക്കുമ്പോൾ അതിനെ ചെറുക്കാൻ ഇറാന് ഇനി ആണവ ബോംബ് നിർമ്മിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. ഖമേനി ഒരിക്കലും മരണത്തെ ഭയപ്പെട്ടിരുന്നില്ല. തന്റെ മരണശേഷവും ഇസ്ലാമിക ഭരണകൂടം ശക്തമായിട്ട് നിൽക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വധം ഇറാന്റെ ഉള്ളിലെ തീവ്ര നിലപാടുള്ള ഹാർഡ് ലൈനേഴ്സിനെ കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ, ശത്രുവിനെ പേടിപ്പിക്കാൻ ആണവായുധം വേണമെന്ന് വിശ്വസിക്കുന്ന പുതിയ സൈനിക നേതൃത്വത്തിന് ഖമേനിയുടെ മരണം ഒരു ലൈസൻസ് ആയിട്ട് മാറി. ഖമേനിയുടെ വധത്തിന് ശേഷം ഇറാന്റെ പുതിയ പരമോന്നത നേതാവായിട്ട് വന്നത് അദ്ദേഹത്തിന്റെ മകനായ മൊജ്തബ ഖമേനിയാണ്. കടുത്ത യാഥാസ്ഥിതികനായിട്ടുള്ള മൊജ്തബ അധികാരമേറ്റ ശേഷം പുറത്തിറക്കിയ ആദ്യത്തെ ഔദ്യോഗിക കത്ത് അന്താരാഷ്ട്ര നിരീക്ഷകരെ ശരിക്കും ആശങ്കയിലാഴ്ത്തി. എന്താണെന്നറിയാമോ? ആ കത്തിൽ തന്റെ പിതാവ് വർഷങ്ങൾക്ക് മുൻപ് പുറപ്പെടുവിച്ച ആണവ വിരുദ്ധ ഫത്വയെക്കുറിച്ച് മുസ്തഫ ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല. അദ്ദേഹം അതിനെ സപ്പോർട്ട് ചെയ്തതുമില്ല, തള്ളി പറഞ്ഞതുമില്ല. ഈ നിശബ്ദത തികച്ചും ആസൂത്രിതമാണ്. തങ്ങളുടെ ന്യൂക്ലിയർ പോളിസി എന്താണ് എന്ന് വ്യക്തമാക്കാതിരിക്കുന്നതിലൂടെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മേലൊരു മെന്റൽ പ്രഷർ, ഒരു മാനസിക സമ്മർദ്ദം നിലനിർത്താൻ മുസ്തഫയ്ക്ക് സാധിക്കുന്നു. അതിനിടയിൽ ഫാഴ്സ് ന്യൂസ് പരസ്യമായി പറയുന്നു, ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പീസ് ടോക്സ് നടക്കണമെങ്കിൽ പോലും ഇറാന്റെ കൈവശം ആണവ പ്രതിരോധം ഉണ്ടായേ തീരൂ എന്ന്. എന്നാൽ ഈ നാടകത്തിന് മറ്റൊരു വശം കൂടിയുണ്ട്. ജോ കെന്നിന്റെ ഈ ഫത്വ വാദങ്ങളെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്ന ഒരു വലിയ വിഭാഗം ജിയോ പൊളിറ്റിക്കൽ എക്സ്പേർട്സുകളും ഇവിടെ ഉണ്ട്. അവരുടെ വാദം ഇതാണ്: ഖമേനിയുടെ ഫത്വ എന്നത് ലോകത്തിന് മുന്നിൽ ഇറാൻ കെട്ടിവെച്ച വെറുമൊരു തന്ത്രപരമായ പുകമറ മാത്രമായിരുന്നു. ഫത്വ നിലനിൽക്കുമ്പോൾ തന്നെ ഇറാൻ തങ്ങളുടെ ഭൂഗർഭ ലബോറട്ടറികളിൽ ആയുധ ഗ്രേഡ് യുറേനിയം എൻറിച്ച്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി IAEA കണ്ണ് വെട്ടിച്ചും അവർ മുന്നോട്ട് പോയി. തങ്ങളുടെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം നശിപ്പിക്കാൻ ഇറാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. ബാലിസ്റ്റിക് മിസൈൽ ചർച്ചകളിൽ നിന്ന് അവർ എപ്പോഴും പിന്മാറുകയും ചെയ്തു. അതുകൊണ്ട് ഖമേനിയുടെ വധമല്ല ഇറാന്റെ ആണവ മോഹങ്ങൾക്ക് കാരണം, അവർ നേരത്തെ പ്ലാൻ ചെയ്ത വഴിയിലൂടെ ഇപ്പോൾ പരസ്യമായി നടക്കുന്നു എന്ന് മാത്രം എന്നാണ് വിമർശകർ പറയുന്നത്. ഇരുപക്ഷങ്ങൾക്കും അവരുടേതായ വാദങ്ങളുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്: പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം മുൻപത്തേക്കാളും വഷളായി കഴിഞ്ഞു. ഖമേനിയെ വധിച്ചാൽ ഇറാന്റെ ഭരണം തകരുമെന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കാൽക്കുലേഷൻസ് അപ്പാടെ തെറ്റിയിരിക്കുകയാണ്. കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള പുതിയ നേതൃത്വം വരികയും അതിജീവനത്തിനായിട്ട് അവർ ആണവായുധത്തെ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ അത് ഗ്ലോബൽ സെക്യൂരിറ്റിക്കാണ് ഭീഷണി. ചരിത്രത്തിൽ പലപ്പോഴും ഭരണാധികാരികളെ ഇല്ലാതെയാക്കുന്ന നയങ്ങൾ വലിയ തീവ്രവാദത്തിലേക്കും അസ്ഥിരതയിലേക്കുമാണ് വഴിമാറിയിട്ടുള്ളത്. നയതന്ത്രത്തിന്റെ വാതിലുകൾ പൂർണ്ണമായി അടയുമ്പോൾ അടുത്ത ഘട്ടം ഒരുപക്ഷെ വലിയൊരു ആണവ യുദ്ധമായിരിക്കാം. ജോ കെന്നിന്റെ ഈ വാക്കുകൾ കേവലം ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാത്രം തള്ളിക്കളയാൻ കഴിയില്ല. സൈനിക ശക്തി കൊണ്ട് മാത്രം വലിയ പ്രതിസന്ധികളെ നേരിടാൻ നോക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ ലോകം കാണാൻ പോവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.